Good afternoon, everyone. Here we start a new subject, sustainable engineering. We have a large syllabus and first module is sustainability. Now we are dealing with this topic and other topics are environmental pollution, environmental management standards, resource and its utilization, sustainability practices. First, so the first chapter is sustainability. We have to discuss introduction, concept, evolution, sustainable development, next nexus between technology and sustainable development, MDGs and SDGs. MDGs means Millennium Development Goals and SDGs means Sustainable Development Goals. Next, CDMS means Clean Development Mechanism. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മോഡ്യൂൾ 1 പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ആണ്. സസ്റ്റൈനബിലിറ്റി സിംപ്ലി മീൻസ് എബിലിറ്റി ടു സസ്റ്റെയിൻ. ഇൻ മലയാളത്തിൽ പറഞ്ഞാല് സസ്റ്റൈനബിലിറ്റി മീൻസ് സുസ്ഥിരതയാണ്. അതായത് നമ്മളെ ഈ നാച്ചുറലിനെ ഇതേ ഒരവസ്ഥയിൽ കൊണ്ടുപോവാം. മീൻസ് ദ ടേംസ് sustainability is a capacity to endure. Endure means continues to existing in the same state. അതായത് ഭൂമിയിലുള്ള റിസോഴ്സിന്റെ കപ്പാസിറ്റീനെ ഇതേ സ്റ്റേറ്റിൽ നമ്മൾ തുടർന്ന് കൊണ്ടുപോകുക. അതായത് സുസ്ഥിരമായ ഒരു നാച്ചുറൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതാണ് സസ്റ്റൈനബിലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, it can be thought of as a goal of sustainable development, a journey and destination that is to be negotiated. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾ ആണ് സസ്റ്റൈനബിലിറ്റി. മീൻസ് സസ്റ്റൈനബിൾ ഗോൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ്, the term sustainability is a ability to achieve continuing economic prosperity while protecting the natural system of a planet and providing high quality of life for its people. അതായത് നമുക്ക് നമ്മളെ സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഓഫ് എ ലൈഫ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേങ്കിൽ ഹൈ ക്വാളിറ്റി ഓഫ് എ ലൈഫ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? എക്കണോമിക്കൽ പ്രോസ്പെറിറ്റി ഉണ്ടാകണം. പക്ഷേങ്കിൽ നമ്മളെ നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകണം. അങ്ങനെയുള്ളതിനാണ് ഒരു ഡെഫിനിഷനാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി ഫസ്റ്റ്, ഇൻ ഏർലിയർ ഹ്യൂമൻ ഹിസ്റ്ററി ദ യൂസ് ഓഫ് ഫയർ ആൻഡ് ഡിസയർ ഫോർ ഫുഡ് മേ ഹാവ് അലർട്ടഡ് ദി നാച്ചുറൽ കമ്പോസിഷൻ ഓഫ് പ്ലാനറ്റ് ആൻഡ് ആനിമൽ കമ്മ്യൂണിറ്റീസ്. അതായത് നമ്മളെ സസ്റ്റൈനബിലിറ്റിന്റെ ഹിസ്റ്ററി വരുന്നത് വേട്ടയാടി തുടങ്ങിയ മനുഷ്യന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണോ അത് തന്നെയാണ് ശരിക്കും ഹിസ്റ്ററി ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എത്തുന്നത് സെയിം ഹിസ്റ്ററിയിലേക്കാണ്, അല്ലെങ്കിൽ സെയിം കോൺസെപ്റ്റിലേക്കാണ്. കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആണ്. വേട്ടയാടി തുടങ്ങിയ മനുഷ്യൻ എഫക്റ്റ് ആക്കിയത് ഏതിനെയാ? ഏനിമൽ കമ്മ്യൂണിറ്റീസിനെയാണ്. അത് കഴിഞ്ഞ് ആ ആദിമ മനുഷ്യൻ മുന്നോട്ട് വരുമ്പം, അതായത് 8,000 and 10,000 years ago, agrarian communities developed largely on their water-rich local. ആ ആദിമ മനുഷ്യനും അതും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തത് എന്നാണ്? വാട്ടർ റിച്ച് ലോക്കൽ. ഹലോ, എന്ത് നദീതട സംസ്കാരോ? എക്സ്ക്യൂസ് മീ മിസ്. ഇല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? വിളിക്കുന്നില്ല.
പറഞ്ഞോ. മിത്ത പറഞ്ഞോ. മിസ്സിന് ഇത്ര നേരം വിളിച്ചിട്ട് മിസ് ഇപ്പൊ ഇങ്ങനെ തിരിച്ചു ചോദിക്കുക? ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ലേ? മിസ് ഡൗട്ടാണ് ചോദിക്കുന്നത്. ഡൗട്ട് ചോദിക്കാനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പം മണിക്കൂർ തരും, അന്നേരം ചോദിച്ചോ. ഓക്കെ. ഇൻ ബിറ്റ്വീൻ 70th and അതും കഴിഞ്ഞ് നമ്മുടെ നദീതട സംസ്കാരവും കഴിഞ്ഞ് ഇൻ 70th and 90th സെഞ്ചുറിയിലേക്ക് വരുമ്പോ നമുക്ക് വ്യവസായ വിപ്ലവമൊക്കെ ഉണ്ടായി. അപ്പൊ വ്യവസായ വിപ്ലവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? ഫോസിൽ ഫ്യൂവൽസ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അതും കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ മോഡേൺ സാനിറ്റൈസേഷൻ മെഡിസിൻസ്, അതിനുശേഷം നമുക്ക് വരുന്നത് മെഡിക്കൽ രംഗത്തുള്ള മാറ്റങ്ങളാണ്. അതായത് മോഡേൺ സാനിറ്റൈസേഷൻ സിസ്റ്റം, മെഡിസിൻ ഒക്കെ ഡെവലപ്പ് ആയി ഉണ്ടായി. അപ്പം നമുക്ക് ലാർജ് പോപ്പുലേഷൻ ഉണ്ടായപ്പോൾ ഈ ഡിസീസ് എല്ലാം കൂടി തുടങ്ങി. അപ്പൊ ഡിസീസ് രോഗങ്ങൾ കൂടുമ്പോൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മെഡിസിൻസ് എല്ലാം ഉണ്ടാക്കുന്നു. അതായത് ഇപ്പം ലാർജ് പോപ്പുലേഷൻ സമയത്താണ് നമുക്ക് ഡിസീസ് കൊറോണ വന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? പരമാവധി മെഡിസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പിന്നെയുള്ളതാണ്, അതും കഴിഞ്ഞ് 20th സെഞ്ചുറിയിലേക്ക് വരുമ്പം നമുക്ക് ഇതുപോലെ വേസ്റ്റ്, ഈ മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്ലാസ്റ്റിക്കും വേസ്റ്റ് എല്ലാം കൂടി വരും. വേസ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എൻവറോൺമെന്റിന്റെ അകത്ത് പൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പം എന്തുണ്ടാവും? ഗ്ലോബൽ വാർമിങ്ങും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. ആ ഒരവസ്ഥക്ക് പറയുന്ന പേരാണ്, അതായത് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മളെ നാച്ചർ പൊല്യൂട്ടഡ് ആകുന്ന ആ ഒരവസ്ഥക്ക് പറയുന്ന പേരാണ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി. അതായത് മനുഷ്യന്മാര് അൺസസ്റ്റൈനബിൾ ആക്ടിവിറ്റി കൊണ്ട് കൂടിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ എൻവറോൺമെന്റൽ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട സമയത്ത് ഇത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോബ്ലം ആൻഡ് ദ അൺസസ്റ്റൈനബിലിറ്റി നെക്സ്റ്റ് ഇന്റർജനറേഷൻ ഈക്വാലിറ്റി. ഇന്റർജനറേഷൻ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാല് ബിറ്റ്വീൻ ദി ജനറേഷൻ ആണ്. അതായത് ഇന്റർജനറേഷൻ വി ഹാവ് ടു ഹാൻഡ് ഓവർ റിസോഴ്സ്ഫുൾ ഹെൽത്തി നാച്ചുറൽ ഫ്രം പ്രസന്റ് ജനറേഷൻ ടു ഫ്യൂച്ചർ ജനറേഷൻ. മീൻസ് നമ്മൾ ഇപ്പോഴുള്ള ഈ ഹെൽത്തി നാച്ചുറൽ, റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി നാച്ചുറൽ ഈ പ്രസന്റ് ജനറേഷന് എവിടത്തേക്ക് കൊടുക്കണം? ഫ്യൂച്ചർ ജനറേഷൻ്റെ അകത്ത് കൊടുക്കണം. പക്ഷെങ്കിൽ നമ്മളെ നാച്ചുറിന് യാതൊരു ഡാമേജും ഉണ്ടാവാണ്ട് പ്രസന്റ് ജനറേഷനുള്ള റിസോഴ്സ്ഫുൾ ഹെൽത്തി നാച്ചർ നമ്മൾ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് കൈമാറണം. അതാണ് ഇന്റർ ജനറേഷൻ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇൻട്രാ ജനറേഷൻ ഈക്വാലിറ്റി. ഇൻട്രാ ജനറേഷൻ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാല് equality deals with we have to develop, emphasize technological to support a economical growth of the poor section in the nation and between the nation. അതായത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മള് പുവർ സെക്ഷനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പാവങ്ങളെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കൊടുത്താല് മേലേക്കിടയിലുള്ള ആൾക്കാരും ഈ പുവർ സെക്ഷനും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക്
റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻട്രാ ജനറേഷൻ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് one is ecological sustainability. Ecological sustainability means environmental sustainability. Next, economical sustainability. Economical sustainability or fair distribution. Economical sustainability കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ നാച്ചുറലുള്ള അല്ലെങ്കിൽ പ്ലാനറ്റിലുള്ള സമ്പത്തെല്ലാം എന്തായിരിക്കണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാവർക്കും കിട്ടുന്ന രീതിയിലായിരിക്കണം. ഒരു സൊസൈറ്റിക്ക് കിട്ടാണ്ട് മറ്റേ സൊസൈറ്റിക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലായിരിക്കരുത്, എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. അതും കൂടിയാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഓർ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ആക്സസ് ടു റിസോഴ്സ്. ആക്സസ് ടു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാച്ചുറലുള്ള റിസോഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് കീ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് ആയിട്ടുള്ളത്. ഒന്നും കൂടി പറയാം. യുനെസ്കോന്റെ കീ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് ആണ്. ഒന്ന്, ഇന്റർ ജനറേഷൻ ഈക്വാലിറ്റി. ഇന്റർ ജനറേഷൻ ഈക്വാലിറ്റി മീൻസ് ബിറ്റ്വീൻ ദി ജനറേഷൻ. പ്രസന്റ് ജനറേഷന്റെ റിസോഴ്സ്ഫുൾ ഹെൽത്ത് നാച്ചുറൽ നമ്മള് ഫ്യൂച്ചർ ജനറേഷന് അതുപോലെ ഒരു കേടും പറ്റാത്ത അതുപോലെ കൈമാറണം. പക്ഷെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും വേണം. നെക്സ്റ്റ്, ഇൻട്രാ ജനറേഷൻ ഈക്വാലിറ്റി. ഇൻട്രാ ജനറേഷൻ ഈക്വാലിറ്റി ഡീൽസ് വിത്ത് ഡെവലപ്പ് ദി എംബസൈസ് ടെക്നോളജിക്കൽ ടു സപ്പോർട്ട് എ economical growth of the poorest section in the nation and between the nation. Next, ecological sustainability എന്ന് പറഞ്ഞാൽ environmental sustainability. Next, economical sustainability or fair distribution of wealth. Next, social sustainability, community participation. Next, access to resource. അതായത് നമ്മളെ ഈ നാച്ചുറലുള്ള എല്ലാ റിസോഴ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, ആക്സസ് ചെയ്യാൻ പറ്റണം. ഇനി ഒരു സൊസൈറ്റി ഒരു നാച്ചുറൽ സസ്റ്റൈനബിൾ ആണെന്ന് പറയണമെങ്കിൽ ഈ 3 ടൈപ്പ് സസ്റ്റൈനബിൾ ഉണ്ട്. ഒന്ന് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആയിരിക്കണം, സൊസൈറ്റി സസ്റ്റൈനബിൾ ആയിരിക്കണം, എക്കണോമിക് സസ്റ്റൈനബിൾ ആയിരിക്കണം. എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് നാച്ചുറൽ റിസോഴ്സ് മിനിമം നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് വേസ്റ്റും മിനിമം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളെ നാച്ചുറലിന് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം റിസോഴ്സസ് മാത്രം യൂസ് ചെയ്യുക, അതിന് അധികം എടുക്കാണ്ട് നിൽക്കുക. അതായത് നമ്മള് ഇതിൻ്റെ ഈ റിസോഴ്സസിനെ കൂടുതലായി എടുത്തിട്ട് അതിനെ നശിപ്പിക്കാണ്ട് പിന്നെ ഇപ്പൊ കൂടുതൽ എടുക്കുമ്പോൾ നമ്മള് നാച്ചുറിൻ്റെ അകത്ത് വേസ്റ്റും കൂടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം റിസോഴ്സസ് യൂസ് ചെയ്യുക, അതിലൂടെ വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാം. നെക്സ്റ്റ് ആണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ്. നമുക്ക് വികസനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എക്കണോമിക്കൽ ആയിട്ടുള്ള ഗ്രോത്തും വേണം, പ്രോഫിറ്റും വേണം. അതായത് വ്യവസായങ്ങള് വികസിക്കുകയും വേണം, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലാഭം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആണെന്ന് പറയാൻ പറ്റൂ. ഇനി ഒരു സൊസൈറ്റി സസ്റ്റൈനബിൾ ആണെങ്കിൽ അവർക്ക് എന്തെല്ലാം വേണം? എഡ്യൂക്കേഷൻ വേണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം, എല്ലാ സ്ഥലത്തും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി വേണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവർക്ക് അവരുടെ ജീവിതം സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ഈ 3 കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ നമ്മള് സസ്റ്റൈനബിൾ ആണെന്ന് പറയും. അതായത് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് ആ നാച്ചുറൽ സസ്റ്റൈനബിൾ ആണെന്ന് പറയാൻ പറ്റൂല. അതായത് അവർക്ക് പണമില്ലെങ്കിലും സൊസൈറ്റിക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും അവിടെ സസ്റ്റൈനബിൾ അല്ല. അപ്പോൾ ആ ഒരു ടൈം അൺസസ്റ്റൈനബിൾ കൺസെപ്റ്റ് ആയിരിക്കും. അതായത് ഫോർ എ കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി സസ്റ്റൈനബിൾ ആകാൻ വേണ്ട 3 കാര്യങ്ങളാണ് ഇത്: എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവറോൺമെന്റൽ സിസ്റ്റം ദാറ്റ് മേക്ക് അപ്പ് ദി community, the harmony which will provide a health, productive and meaningful life. Next, need of a sustainability ആണ്. അത് നമുക്ക്
നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇപ്പോഴത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇപ്പൊ എടുത്തത് എന്താണ് സസ്റ്റൈനബിലിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഡെഫിനിഷൻ എന്താണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സസ്റ്റെയിൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ 3 ഡെഫിനിഷനും വെച്ച് പറയാം. ദ ടേം സസ്റ്റൈനബിലിറ്റി ഈസ് എ കപ്പാസിറ്റി ടു എൻഡ്യൂർ മീൻസ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇൻ ദി സെയിം സ്റ്റേറ്റ്. നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾ എന്ന് പറയുന്നതാണ് സസ്റ്റൈനബിലിറ്റി. പിന്നെ ദ ടേം സസ്റ്റൈനബിലിറ്റി ഈസ് എ എബിലിറ്റി ടു അച്ചീവിങ് കണ്ടിന്യൂ economical prosperity while protecting the natural system of a planet and providing high quality of a life for its people. അതായത് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഹൈ ക്വാളിറ്റി ഓഫ് എ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണം. പക്ഷെങ്കിൽ നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ എക്കണോമിക്കൽ പ്രോസ്പെരിറ്റി ഉയരാൻ വേണം. നമ്മുടെ നാച്ചുറൽ സിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഡെവലപ്മെന്റിനാണ് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞത്. പിന്നെ ഹിസ്റ്ററി ആണ്. പിന്നെ യുനെസ്കോന്റെ കീ പോയിന്റ്സ് ആണ്. കീ പോയിന്റ് കൺസെപ്റ്റ് ഓഫ് യുനെസ്കോ സസ്റ്റൈനബിളിനെ പറ്റിയിട്ട് ഒന്ന് ഇന്റർ ജനറേഷൻ ഇക്വിറ്റി, നെക്സ്റ്റ് ഇൻട്രാ ജനറേഷൻ ഇക്വിറ്റി, നെക്സ്റ്റ് വൺ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, നെക്സ്റ്റ് എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ആക്സസ് ടു റിസോഴ്സ്. നെക്സ്റ്റ് പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റി സസ്റ്റൈനബിൾ ആണെന്ന് പറയണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ്. ഒന്ന് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, നെക്സ്റ്റ് എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി, നെക്സ്റ്റ് സൊസൈറ്റിയിലെ സസ്റ്റൈനബിലിറ്റി. ഈ 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഒരു കമ്മ്യൂണിറ്റിയിൽ സസ്റ്റൈനബിൾ ആണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.